അപ്പോൾ ഈ റെഫ്രിജറേറ്ററിൽ എന്താണ് നടക്കുന്നത്? സി റെഫ്രിജറേറ്റർ ബേസിക്കലി അതായത് നമ്മുടെ ഒരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു എ സി നമ്മൾ ചെയ്യുന്നത് ഒരു കോൾഡ് റെഫ്രിജറേറ്റഡ് സ്പേസിൽ നിന്ന് ലോ ടെമ്പറേച്ചർ TL നിന്ന് നിങ്ങൾ ഹീറ്റ് അബ്സോർബ് ചെയ്തു, എന്നിട്ട് ഒരു ഹീറ്റ് QH ഇത് ഒരു ഹയർ ടെമ്പറേച്ചറിലേക്ക് റിജക്റ്റ് ചെയ്യാണ് വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ ലെൻസ്. ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഒരു കംപ്രസർ ഉണ്ടാവും, അതായത് നിങ്ങളുടെ എ സിക്ക് അല്ലെങ്കിൽ ഫ്രിഡ്ജിന് ഒരു കംപ്രസർ ഉണ്ടാവും. ഈ കംപ്രസറിലേക്ക് നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് വർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ച് അതൊരു അവിടെ ഒരു എഫിഷ്യൻസി അല്ല നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ അതിന് പകരം നമ്മൾ COP എന്നാണ് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് കോയിഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ്. ഇതിനെയാണ് COP എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിക്വേർഡ് ഔട്ട്പുട്ട് ബൈ റിക്വേർഡ് ഇൻപുട്ട്. റിക്വേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു റെഫ്രിജറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാണ്. അതായത് ഇവിടുന്ന് QL അബ്സോർബ് ചെയ്യുക, ഇതാണ് നമ്മുടെ റിക്വേർഡ് ഔട്ട്പുട്ട്. QL അബ്സോർബ് ചെയ്യുക. അപ്പോൾ റിക്വേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QL ആണ്. ആൻഡ് റിക്വേർഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് W net in. ടോട്ടൽ വർക്ക് ഇൻപുട്ട് W net in. അപ്പോൾ ഈ W net എന്ന് പറയുന്നത് നമ്മൾ കംപ്രസറിലേക്ക് കൊടുക്കുന്ന വർക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് COP ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിക്വേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ റിക്വേർഡ് അല്ലെങ്കിൽ ഡിസയേർഡ് ഔട്ട്പുട്ട് നമ്മൾ ഡിസൈഡ്, അപ്പോൾ എത്ര ഹീറ്റാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് QL ബൈ റിക്വേർഡ് ഇൻപുട്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് QH മൈനസ് QL ആണ്. അപ്പോൾ QH മൈനസ് Q, അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു റെഫ്രിജറേറ്ററിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത്, ഹീറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് QL പ്ലസ് W net is equal to QH. W net is equal to QH minus QL. ഇതാണ് നെറ്റ് വർക്ക് കമ്മിങ് ഇൻ. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് നമ്മൾ പറയുന്നതാണ്. ഇപ്പം നമുക്ക് COPനെ ഇങ്ങനെ എഴുതാം. ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും QL ബൈ QH മൈനസ് QL. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു QL ബൈ QH മൈനസ് QL. ഓക്കെ, ഇതാണ് COP. റെഫ്രിജറേറ്ററിൻ്റെ COP എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളൊരു റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ ഇതിൻ്റെ അകത്തെ വർക്കിംഗ് മീഡിയം എന്ന് പറയുന്നത് റെഫ്രിജറൻ്റ് ആണ്. ഇപ്പോൾ റെഫ്രിജറൻറ്റിൽ നമുക്ക് ഇവാപ്പറേറ്റർ കോയിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവാപ്പറേറ്റർ കോയിൽ ഇപ്പോൾ നമ്മൾ റെഫ്രിജറേറ്റർ സ്പേസിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇതിലേ പോകുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റ്, അപ്പോൾ അത് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വേപ്പറായിട്ട് മാറുവാണ്. QL അബ്സോർബ് ചെയ്തു. ഈ റെഫ്രിജറൻറ്റ് കടന്നു പോയിട്ട് ഒരു കംപ്രസറിലേക്ക് എത്തി. അപ്പോൾ ഈ കംപ്രസറിൽ ഈ വേപ്പർ ഇറ്റ് ഈസ് കംപ്രസ്ഡ്. ഇപ്പോൾ നെറ്റ് വർക്ക് എടുത്തിട്ട് ഇപ്പോൾ കംപ്രസറിൽ നിങ്ങൾ എക്സ്റ്റേണൽ വർക്ക് കൊടുക്കേണ്ടി വരും, ഇലക്ട്രിക്കൽ വർക്കോ ഇത് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ആ വർക്ക് എടുത്തിട്ട് ഇത് ഗെറ്റ് കംപ്രസ്ഡ്. അപ്പോൾ ഈ വേപ്പർ കംപ്രസ് ചെയ്ത് നേരെ കണ്ടൻസറിലേക്ക് പോവാണ്. ഈ കണ്ടൻസറിലാണ് ഇത് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ സറൗണ്ടിങ് മീഡിയത്തിലേക്ക്. ഇപ്പോൾ നമ്മുടെ AC ആണെങ്കിൽ നമ്മുടെ കംപ്രസറും കണ്ടൻസറും പുറത്താണ് വയ്ക്കുന്നത്, പുറത്തേക്കാണ് ഹീറ്റ് പോകുന്നത്. അതിലേക്ക് QH റിജക്റ്റ് ചെയ്തു. എന്നിട്ട് ഇത് കടന്നു പോയിട്ട് ഒരു എക്സ്പാൻഷൻ വാൽവിലേക്ക്, അതൊരു പ്രഷർ റെഡ്യൂസിങ് വാൽവാണ്. അപ്പോൾ ഇതിലേ പോകുമ്പോൾ നിങ്ങളുടെ പ്രഷർ, കാരണം ഇത് 800 kPa ആണെങ്കിൽ ഇത് വരുമ്പോൾ പ്രഷർ റെഡ്യൂസ് ചെയ്ത് 120 kPa. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും താന്നു -25. അതായത് പഴയ സ്റ്റേറ്റിൽ തന്നെ എത്തി, പഴയ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ എത്തി. അതുകൊണ്ട് വീണ്ടും ഇവാപ്പറേറ്റ്. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് ഇൻ എ സൈക്കിൾ.
അപ്പോൾ നെറ്റ് വർക്ക് is equal to QL minus QH. Okay, actually it is QH minus QL ആണ്. ഓക്കെ, നമുക്കിനി റെഫ്രിജറേറ്റർ കണ്ടു എന്താണെന്നുള്ളത്. നമുക്കിനി ഒരു ഹീറ്റ് പമ്പ് എന്നാണ് കൂടെ നോക്കാം. അപ്പോൾ ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റെഫ്രിജറേറ്റർ തന്നെയാണ്. ഓൾമോസ്റ്റ് ഇറ്റ് വർക്ക്സ് ലൈക്ക് എക്സാക്ട്ലി റെഫ്രിജറേറ്റർ. ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ പർട്ടിക്കുലർലി ഇപ്പോൾ നിങ്ങളുടെ റൂം ചൂടാക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ യൂറോപ്യൻ കൺട്രീസിൽ കോൾഡ് ക്ലൈമറ്റ്സിൽ നമ്മുടെ റൂം ചൂടാക്കുവാണ്, തണുപ്പിക്കുന്നതിന് പകരം ചൂടാക്കുവാണ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഇറ്റ് ഈസ് ഡൂയിങ് ഈസ് ദാറ്റ് ഇറ്റ് ടേക്സ് ഇൻ ഹീറ്റ് ഫ്രം കോൾഡ് ഔട്ട്ഡോർസ്, QL. ഓക്കെ, എന്നിട്ട് ഇതിൽ നിങ്ങളുടെ റെഫ്രിജറേറ്റർ പോലെ തന്നെ ഒരു സൈക്ലിക് റെഫ്രിജറേറ്റർ ആണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് ഇൻ എ വർക്ക് 2 kilojoule of work, takes in 2 kilojoule of work and rejects 7 kilojoule of work. ഓക്കെ, 7 kilojoule നിങ്ങളുടെ വാം ഇൻഡോർ റിജക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ COP ഓഫ് എ ഹീറ്റ് പമ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡിസയേർഡ് ഔട്ട്പുട്ട് ബൈ റിക്വേർഡ്. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മുടെ ഡിസയേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് QH ആണ്. എത്ര ഹീറ്റ് നിങ്ങൾ ഇൻഡോറിലേക്ക് നിങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ QH ആണ് ഡിസയേർഡ് ഔട്ട്പുട്ട്. റിക്വേർഡ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ അഗൈൻ ഇസ് വർക്ക്, നെറ്റ് വർക്ക് സപ്ലൈ ടു ദ കംപ്രസർ. സോ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് QH ഡിവൈഡഡ് ബൈ QH മൈനസ് Q. അപ്പോൾ W നെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ എനർജി കൺസർവേഷൻ നോക്കുവാണെങ്കിൽ QH മൈനസ് QL തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഇപ്പം നിങ്ങൾ ഹീറ്റ് പമ്പ് റെഫ്രിജറേറ്ററിൻ്റെ COP നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് COP ഓഫ് ഹീറ്റ് പമ്പ് മൈനസ് COP ഓഫ് റെഫ്രിജറേറ്റർ ഈസ് ഈക്വൽ ടു QH by QH minus QL minus QL by QH minus QL is equal to, സബ്ട്രാക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1. അപ്പോൾ നിങ്ങൾ COP ഓഫ് റെഫ്രിജറേറ്റർ നിങ്ങൾ ഓർത്താൽ മതി. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡിസയേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്ര ഹീറ്റ് കോൾഡ് എൻവയോൺമെൻറ്റ് നിങ്ങൾ വലിച്ചെടുത്തു എന്നുള്ളതാണ്. COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എത്ര ഹീറ്റ് നിങ്ങൾ നിങ്ങളുടെ വാം എൻവയോൺമെൻറ്റിലേക്ക് നിങ്ങൾ റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കോൾഡ് ഇൻഡോറിലേക്ക് നിങ്ങൾ സപ്ലൈ ചെയ്തു. ഇപ്പോൾ QH ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ COP ഓഫ് HP ഈസ് ഈക്വൽ ടു 1 പ്ലസ് COP ഓഫ് R. ഓക്കെ, ഹീറ്റ് പമ്പിൻ്റെ COP എന്ന് പറയുന്നത് 1 പ്ലസ് COP ഓഫ് റെഫ്രിജറേറ്റർ. റൈറ്റ്, നൗ വി ആർ കമ്മിങ് ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലൂഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, ഹീറ്റ് എഞ്ചിൻ കണ്ടു. അപ്പോൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അത് നമ്മൾ കണ്ടു എന്താണെന്നുള്ളത്. നൗ വി ആർ കമ്മിങ് ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ക്ലൂഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ക്ലൂഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ എ സൈക്കിൾ and produces no effect other than the transfer of heat from the lower temperature body to a higher temperature body. അത് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു റെഫ്രിജറേറ്റർ ആണ്. ഇറ്റ് ടേക്സ് ഇൻ ഹീറ്റ് ഫ്രം എ കോൾഡ് റെഫ്രിജറേറ്റർ സ്പേസ് ആൻഡ് റിജക്ട്സ് ഹീറ്റ് ടു എ വാം എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ റെഫ്രിജറേറ്ററിൽ നിങ്ങൾ നോക്കുമ്പോൾ എക്സ്റ്റേണൽ വർക്ക് കംപ്രസറിലേക്ക് 0 വർക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ റെഫ്രിജറേറ്റർ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഡിവൈസ് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഡിവൈസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് ദറ്റ് ഓപ്പറേറ്റ്സ് ഇൻ എ സൈക്കിൾ and produces no effect other than transfer of heat from a lower temperature body to a higher temperature body. അപ്പോൾ നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ യു നീഡ് ആൻ എക്സ്റ്റേണൽ വർക്ക്. ഒരു എക്സ്റ്റേണൽ വർക്ക് അവിടെ നിർബന്ധമായിട്ടും വേണം. ഇതാണ് ഇതിൽ പറയുന്ന കാര്യം.